വർക്കല സ്വസ്തിക് ജോഷം യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ശനിയെക്കുറിച്ചാണ്, ശനിഗ്രഹത്തെക്കുറിച്ചാണ്, ശനി ദശയെക്കുറിച്ചാണ്, ശനി ദശയുടെ ഗുണത്തെക്കുറിച്ചാണ്, ശനി ദശയുടെ ദോഷത്തെക്കുറിച്ചാണ്. ശനി ദശയിൽ ഒരു വ്യക്തി അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. വീഡിയോയിൽ കടക്കുന്നതിന് മുന്നേ വർക്കല സ്വസ്തിക് ജോഷം യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ. ജ്യോതിഷത്തിൽ ശനിയെക്കുറിച്ച് പറയുന്നത് മന്ദോ അലസ കപിലദൃകൃച്ച ദീർഘഗാത്രോ എന്നൊക്കെയാണ്. മന്ദനാണ്, അലസനാണ്, അതുപോലെ നേരെ നോക്കുന്നവനല്ല, ദീർഘഗാത്രനാണ്, കൃശഗാത്രനാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്നൊക്കെയുള്ള വിശേഷണങ്ങളാണ് പൊതുവെ ശനിയെക്കുറിച്ചുള്ളത്. ദോഷങ്ങളാണ് അധികവും ആൾക്കാർ കേട്ടിട്ടുള്ളത്. ശനി ദശ വെച്ചാൽ ദോഷമാണ്, വീഴ്ചയാണ്, താഴ്ചയാണ്, നഷ്ടമാണ്, കഷ്ടമാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഈ ശനി വ്യാഴത്തിനെക്കാളും ഗുണം നൽകുന്ന ഘട്ടങ്ങളുമുണ്ട്. വ്യാഴത്തിനെക്കാളും ഐശ്വര്യവും ധനവും ഒക്കെ നൽകുന്ന ഘട്ടങ്ങളുമുണ്ട്. വ്യാഴദശയിൽ ഒരു മനുഷ്യൻ ഒരുപാട് ഗുണങ്ങളൊക്കെ കിട്ടി, ധനം കിട്ടി, മഹിമ കിട്ടി, പാരമ്പര്യം കൊണ്ടുള്ളതോ അല്ലെങ്കിൽ താൻ തന്നെ ആർജിച്ചതോ ആയിട്ടുള്ള ഗുണവും സൗഖ്യതയും സുഖത്തിലും ഒക്കെ മതിമറന്ന് തൻ്റെതായ കടമകളോ നീതിബോധമോ ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അമിതമായിട്ട് ധനവും സൗകര്യവും കിട്ടുമ്പോൾ മനുഷ്യൻ പൊതുവെ അവൻ്റെ നീതിബോധം നഷ്ടപ്പെടാം, അവൻ്റെ മനുഷ്യത്വം നഷ്ടപ്പെടാം. വ്യാഴദശ കംപ്ലീറ്റ് ആയിട്ട് അതിസൗഖ്യത ജീവിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ശനിദശയിൽ എത്തുമ്പോൾ വ്യാഴദശയിൽ ഒരു വ്യക്തി ചെയ്ത പോരായ്മകൾ, ദോഷങ്ങൾ ഒക്കെ തന്നെ അതിൻ്റെ മറുപടി ശനിദശയ്ക്ക്. നീതിമാനാണ് ശനി. ശനിയെ ദോഷം പറയരുത്, ശനി നീതിമാനാണ്. നമ്മൾ ഒരുപാട് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മന്ദനാണ്, അലസനാണ്, മന്ദോ അലസ കപിലദൃകൃച്ച ദീർഘഗാത്രോ എന്നൊക്കെ ദോഷം പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് അവൻ്റെ അഹങ്കാരത്തിന് അടികൊടുത്ത് അവനെ പിന്നെയും മനുഷ്യത്വത്തിൽ എത്തിക്കുന്ന ഒരു ഗ്രഹമാണ് എന്നതിനേക്കാളുപരി ഈശ്വരനാണ് ശനി. ഗ്രഹങ്ങളിൽ ആദിത്യൻ ഈശ്വരൻ എന്ന വാക്കുകൊണ്ട് ആദിത്യേശ്വരനെന്നോ രവി ഈശ്വരനെന്നോ ചന്ദ്രനെ ഈശ്വരനെന്നോ അല്ലെങ്കിൽ ബുധേശ്വരനെന്നോ ഗുരുവിനെ ഗുരു ഈശ്വരനോ ഒന്നും തന്നെ പറയുന്നത്. പക്ഷേ ശനിയെ ശനീശ്വരൻ എന്ന വാക്ക് ഉപയോഗിച്ചാണ് വിശേഷിപ്പിക്കുന്നത്. ശനീശ്വരൻ എന്ന് തന്നെയാണ് പറയുന്നത്. വ്യാഴദശയിൽ കിട്ടുന്ന ഗുണത്തെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി പരോപകാരത്തോടുകൂടി സൗഖ്യത്തോടുകൂടി നല്ല പ്രവൃത്തിയുടെ മുന്നോട്ട് പോയ ഒരു വ്യക്തിക്ക് ശനിദശ പൊതുവെ ദോഷമാണെന്ന് പറയാനൊക്കത്തില്ല. അതുപോലെ തന്നെ ശനി ജാതകത്തിൽ ഏത് രാശിയിലാണോ നിൽക്കുന്നത് അതുപോലെയാണ് ഗുണവും ദോഷവും വരുന്നത്. നല്ല രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ വ്യാഴത്തിനേക്കാളും കൂടുതൽ ഗുണം നൽകും. ഉച്ചനായിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ മിത്ര ക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പാപഗ്രഹങ്ങൾ പറഞ്ഞിട്ടുള്ള രാശിയിലാണ്. പാപഗ്രഹങ്ങൾക്ക് ലഗ്നാൽ 6, 3, 11 നല്ല രാശികളാണ്. എന്നാലും ശനി നല്ലത് നൽകും. അങ്ങനെ വ്യാഴദശയിൽ ഉള്ള എല്ലാ ഗുണങ്ങളുടെയും സൗഖ്യതയിൽ നിന്നുകൊണ്ട് ശനിദശയിൽ എത്തുന്ന ഒരു വ്യക്തി പെട്ടെന്ന് വീഴ്ച താഴ്ചയൊക്കെ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അയാൾ വ്യാഴദശയിൽ അയാളുടെ പ്രവൃത്തി ദോഷമായിരുന്നു എന്നും കൂടെ പറയേണ്ടിയിരിക്കുന്നു. ആ ദോഷപ്പെട്ട പ്രവൃത്തിക്ക് ശനി കൊടുക്കുന്ന ശിക്ഷയാണ് ശനി ദോഷം എന്നും കൂടെ പറയേണ്ടി വരും. വ്യാഴദശയിൽ നല്ല കാര്യങ്ങൾ അധികം ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ശനിദശയിൽ അത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. ശനി എന്ന് പറയുന്നത് നീതിമാനാണ്, സൂര്യപുത്രൻ എന്നാണ് പറയുന്നത്. സൂര്യന്റെ പുത്രനാണ് ശനി. അതുകൊണ്ട് തന്നെ ശനിയാണ് ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗുണം നൽകാൻ കെൽപ്പുള്ളവൻ എന്ന് വേണമെങ്കിലും പറയാം. ശനി ഒരു വ്യക്തിക്ക് ക്ലേശവും ദുരിതവും വീഴ്ചയും താഴ്ചയും ഒക്കെ നൽകുമ്പോൾ അതിലൂടെ അയാളുടെ മനസ്സിനെയും ശരീരത്തിനെയും ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ശനി നൽകുന്ന വീഴ്ചയിലും താഴ്ചയിലും ഒക്കെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി, തൻ്റെ പോരായ്മകൾ മനസ്സിലാക്കി, തൻ്റെ തെറ്റ് മനസ്സിലാക്കി പിന്നീടുള്ള ജീവിതത്തിൽ അയാൾ ശുദ്ധീകരിച്ച് ഗുണത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശനിയെ ആരും തന്നെ ഭയക്കേണ്ട കാര്യമല്ല. ശനിദശ, ഏഴാണ്ട ശനി, കണ്ടക ശനി എന്നൊക്കെ പറയും. ശനിദശ 19 വർഷമുണ്ട്. ആ ശനിദശയിൽ വീഴ്ച വരാൻ സാധ്യതയുണ്ടെങ്കിൽ ജാതകത്തെ ദോഷപ്പെട്ട രാശിയിലാണെങ്കിൽ, അതുപോലെ ഏഴരാണ്ട ശനി 1.5 വർഷമാണ്. താൻ ജനിച്ച കൂറിൻ്റെ ഏത് കൂറിലാണോ ജനിച്ചത് അതിൻ്റെ 12ാമത്തെയും ആ കൂറിലും അതിൻ്റെ 2ാമത്തെയും ശനി സഞ്ചരിക്കുന്ന കാലത്ത് ഏഴാണ്ട ശനി എന്ന് പറയും. ജനിച്ച കൂറിൻ്റെ 8ൽ സഞ്ചരിക്കുമ്പോൾ അഷ്ടമശനി എന്ന് പറയും. അതുപോലെ കണ്ടകശനി സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. ഈ കാലഘട്ടത്തിലെല്ലാം തന്നെ നമ്മൾ ശനിയെ ഏത് രീതിയിലാണ് ഭജിക്കേണ്ടത്, എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത്, ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് ദർശനം നടത്തിയാൽ നമുക്ക് ഗുണം നൽകുന്നത്, ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നേ ശനിയെക്കുറിച്ച് നമ്മൾ സാമാന്യമായി ചിന്തിച്ചാൽ, പൊതുവെ ശനി ജാതകത്തിൽ അനുകൂലമാണ് എന്നുണ്ടെങ്കിൽ നിഗൂഢ ശാസ്ത്രങ്ങൾ പഠിക്കുന്നതിൽ വിൽപ്പത്തിയുള്ള ആളായിരിക്കും. പ്രത്യേകിച്ചും ആംഗലേയ ഭാഷയോ അന്യഭാഷയോ ഒക്കെ പഠിക്കുന്ന വിൽപ്പത്തിയുള്ള ഒരു വ്യക്തിയായിരിക്കും. അതുപോലെ വിചാരശീലമുള്ള ആളായിരിക്കും. ശനി അനുകൂലമാണെങ്കിൽ ജാതകത്തിൽ ജനസമ്മതിയുള്ള ആളായിരിക്കും. ശനിയും ആദിത്യനും യോഗം ചേർന്ന ജാതകക്കാരൻ നല്ല ഒരു രാഷ്ട്രീയക്കാരനാവാം, ഭരണാധികാരിയാവാം എന്നുണ്ട്. അതുപോലെ പരാശ്രയമില്ലാതെ ജീവിതം കാക്ഷിക്കുന്ന വ്യക്തികളാണ് ശനി ജാതകത്തിൽ ബലത്തോടെ നിൽക്കുന്നവർ. അടുക്കും ചിട്ടയുള്ളതായിരിക്കും.
സാവധാനം മാത്രം കാര്യങ്ങൾ സമീപിക്കുന്നവരും, അയാളുടെ ജീവിതത്തെ ശനി അനുകൂലപ്പെട്ട രാശി നിൽക്കുന്ന ഒരു വ്യക്തി വളരെ സാവധാനത്തിൽ പുരോഗതിയിലെത്തുന്ന ആളും ആ പുരോഗതി സ്ഥിരമായിട്ടുള്ളതുമായിരിക്കും. 4 ദിവസം കൊണ്ട് ഉയർന്ന് ധനമൊക്കെ കിട്ടി 5 നിന്ന് ഇല്ലാതായി പോകുന്നതല്ല. വളരെ കഷ്ടപ്പെട്ടു ക്ലേശിച്ച് പതുക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാവരെയും മനസ്സിലാക്കി പുരോഗതിയിലെത്തി ആ പുരോഗതി സ്ഥിരത ഉള്ളതായിരിക്കും ശനി ജാതകത്തിൽ അനുകൂലമാണ് എന്നുണ്ടെങ്കിൽ. എന്നാൽ ജാതകത്തിൽ ശനി അനുകൂലമല്ല, പ്രതികൂലമാണ്. ശനി ദോഷകാരനാണ്. ജാതകത്തിൽ ദോഷം നൽകാൻ ഉൽപ്പത്തിയുള്ളതാണ്. ജാതകത്തിൽ ശനി ദോഷം നൽകാനാണ് യോഗ്യതപ്പെട്ടത്. ആ രീതിയിലാണ് ജാതകത്തിൽ ശനിയുടെ നിൽപ്പ് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു പരാജയ മനോഭാവം, മറ്റുള്ളവരെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി, ഒരാലസ്യം, പ്രവർത്തികളിൽ തടസ്സം, ശരീരത്തിന് വൈകല്യം, ക്രൂരമായ കർമ്മങ്ങളിൽ താല്പര്യം, അലച്ചിൽ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അത് ഉടനെ കാര്യമൊക്കെ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു മന്ദനായിരിക്കും. ഏത് കാര്യം പതുക്കെ ചെയ്യത്തുള്ളൂ, വളരെ സ്ലോ ആയിരിക്കും. അപ്പൊ ശനി ആ രീതിയിലായിരിക്കും ദോഷമാണെന്നുണ്ടെങ്കിൽ ബാധിക്കുന്നത്. ഇതിൽ ദോഷമാണ് ജാതകത്തിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ശനി ദശ, ശനിയുടെ ദശ, ശനിയുടെ അപഹാരം, ശനിയുടെ ചിത്രകാലം, കണ്ടകശനി, ഏഴരാണ്ട് ശനി, ഈ കാലഘട്ടത്തിലൊക്കെ തന്നെ ശനി നമുക്ക് ദോഷം ആണ് എന്നുണ്ടെങ്കിൽ ആ ദോഷം മാറുന്നതിന് നാം എന്താണ് ചെയ്യേണ്ടത്? പൊതുവെ എല്ലാവർക്കും അറിയാം, ശാസ്താവിനെ തൊഴുക, അയ്യപ്പനെ തൊഴുക ശനിദോഷത്തിന് പരിഹാരമാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ തൊഴുക, നീലാഞ്ജനം വഴിപാടായി നടത്തുക നല്ലത്. ചുമ്മാ ചെന്ന് നീലാഞ്ജനം കത്തിച്ചാലോ ശനിയാഴ്ച പോയി ശാസ്താവിനെ തൊഴുതാൽ ശനിദോഷമൊന്നും മാറാൻ പോകുന്നില്ല. ശരിക്കും ശനിയാഴ്ച മത്സ്യമാംസാദികൾ ഒഴിവാക്കുക. നീല കലർന്ന കറുപ്പ് നിറം അല്ലെങ്കിൽ കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ അധികമായിട്ട് ഉപയോഗിക്കും. ശനിയാഴ്ച ദിവസം ദേഹശുദ്ധി വേണം. 2 നേരം കുളിക്കുക. അമിതമായിട്ട് നഖം വളർത്തരുത്, മുടി വളർത്തരുത്, മുഷിഞ്ഞ വസ്ത്രം ധരിക്കരുത്. ശനിദോഷമുള്ളവരാ. ദേഹശുദ്ധി വേണം. മുടിയും നഖവും അമിതമായി വളർത്തരുത്. ശുദ്ധിയുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. വാക്കിൽ ശുദ്ധി വേണം. കള്ളം പറയരുത്. പ്രവൃത്തിയിലും ശുദ്ധത വേണം. എവിടെയാണോ ഈ പറഞ്ഞ അശുദ്ധി, കള്ളം, കാപട്യം ഉള്ളത് അവിടെ ശനി കാണും. അവിടെ മാത്രമാണ് ശനി നിൽക്കുന്നത്. ശുദ്ധിയുള്ള സ്ഥലം, സൗകുമാര്യമുള്ള സ്ഥലം, സത്യസന്ധത ഉള്ള സ്ഥലം, അവിടെ ശനിയുടെ ദോഷം കാണത്തില്ല. ശനിക്ക് അവിടെ ദോഷം വരുത്താൻ ഒക്കത്തില്ല. അതുകൊണ്ട് വ്യക്തി ശുചിത്വം തീർച്ചയായും ശനിദോഷമുള്ളവർ പാലിക്കണം. അതുപോലെ തന്നെ പ്രവൃത്തിയിൽ സത്യസന്ധത പാലിക്കണം. ഇത് പ്രാക്ടിക്കലായിട്ടുള്ള പരിഹാരമാണ്. ക്ഷേത്ര ഭജനം ചെയ്തു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം കിട്ടണം എന്നില്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നാം തന്നെ നമ്മുടെ പ്രവൃത്തിയിലും വാക്കിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും ശുചിത്വം പാലിച്ചാൽ മാത്രമേ ശനിയെ കൊണ്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ശനിയാഴ്ച ദിവസം ശാസ്താവിനെ തൊഴുന്നതിനോടൊപ്പം ഇനി മറ്റു പരിഹാരങ്ങൾ ചിന്തിച്ചാൽ, ഗണപതിയെ സ്ഥിരം ഭജിക്കുന്ന ഒരാളെ, ഹനുമാനെ, 12 രുദ്രന്മാരിൽ ഒരാളാണ് ഹനുമാൻ. അങ്ങനെയുള്ള ഹനുമാനെ ഭജിക്കുന്ന ഒരു വ്യക്തിയെ ശനി അധികമായിട്ട് ബാധിക്കത്തില്ല. ഹനുമാനെ സ്ഥിരം ഭജിക്കുന്ന ഒരു വ്യക്തിയെ ശനി ബാധിക്കത്തില്ല. ശനിയാഴ്ച ദിവസങ്ങളിൽ ഹനുമാനെ ഭജിക്കുക, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതിയെയും ഭജിക്കുക. നിങ്ങൾക്ക് ശനിദോഷം കുറഞ്ഞിരിക്കും. ഇനി മറ്റൊരു കാര്യം, ഇത് ക്ഷേത്രത്തിൽ, ഈ പറഞ്ഞ ശാസ്താക്ഷേത്രമല്ലാതെ ഏത് ക്ഷേത്രത്തിൽ പോയി തൊഴുതാൽ നിങ്ങൾക്ക് ഗുണം ലഭിക്കും. സ്ഥിരമായിട്ട് ശിവനെ ഭജിക്കുന്നവർക്ക് മാത്രമല്ല, തമിഴ്നാട്ടിൽ കുംഭകോണത്തുള്ള നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള തിരുനള്ളാർ ശനീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. യഥാശക്തി വഴിപാട് ചെയ്യുക. പോരാഞ്ഞിട്ട് ഛായാദാനം, അവിടുത്തെ പ്രധാന ഒരു വഴിപാടാണ് ഛായാദാനം ചെയ്യുക. തിരുനള്ളാർ ശനീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഇരുമ്പ് ചട്ടിയിൽ ശുദ്ധമായ നല്ലെണ്ണ ഒഴിച്ച് തലയ്ക്കുഴിഞ്ഞ് ഒരു പിടി നാണയം തലയ്ക്കുഴിഞ്ഞ് ആ എണ്ണയിലിട്ട് തൻ്റെ മുഖം അതിൽ നോക്കുക. ഛായ, തൻ്റെ മുഖത്തിൻ്റെ ഛായ അതിൽ വീഴുക. ആ എണ്ണയിൽ വീണ് ആ എണ്ണ പാത്രത്തോടു കൂടി യുക്തനായ ഒരു വ്യക്തിക്ക് ദാനം നൽകുക. അതാണ് ഛായാദാനം. ആ ഛായാദാനം ചെയ്യുന്നവർക്ക് തൻ്റെ ശനിദോഷം മാറിക്കിട്ടും. ഈ മുഖം എണ്ണയിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ ശനിദോഷം നമ്മളിൽ നിന്നും മാറണമെന്നുള്ളൊരു പ്രാർത്ഥനയും കൂടെ വേണം. തിരുനള്ളാർ എന്ന് പറയുന്നത് ശനിയുടെ ക്ഷേത്രമാണോ എന്ന് ചോദിച്ചാൽ ശനി അവിടെ ഉപദേവനാണ്. അവിടെ പ്രധാന ദേവൻ ശിവനാണ്. ശിവക്ഷേത്രത്തിലെ ഉപദേവനായിട്ടുള്ള ശനിക്കാണ് അവിടെ പ്രാധാന്യം. കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രത്തിൽ ഗണപതിയുടെ പേരിൽ അറിയപ്പെടുന്നത്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം അറിയപ്പെടുന്നത്. അവിടെ പ്രധാന ദേവത ശിവനാണ്. അതുപോലെ അവിടെയും തിരുനള്ളാറും ശിവനാണ് പ്രധാന ദേവത, ഉപദേവനാണ് ശനി. പക്ഷെ ശനി ദോഷം മാറുന്നതിന് ഏറ്റവും വലിയ പരിഹാരവും ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതുകൊണ്ട് ഗുണവും കിട്ടും. ശിവനെ സ്ഥിരം ഭജിക്കുന്നവരെയും ശനി അമിതമായിട്ട് ബാധിക്കില്ല. അപ്പൊ ശനിദോഷത്തിന് പറഞ്ഞിട്ടുള്ള സാമാന്യം വളരെ ചെറിയ പരിഹാരം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് കരുതുന്നു.
വർക്കല സ്വസ്തിക് ജോഷൻ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.